നിങ്ങൾ ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സംരംഭങ്ങളിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ഒക്കെ കിട്ടുന്ന വരുമാനം അത്ര പ്രെഡിക്റ്റബിൾ അല്ല അല്ലെങ്കിൽ അത്ര ഉറപ്പുള്ളതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ഫിനാൻസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാണ്ട്. നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് വന്ന ഒരു ചോദ്യം ആൻസർ ചെയ്ത ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും കൂടെ അത് ഉപകാരമാവും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ആസ്ക് ടു പിമങ് സീരീസിന്റെ ഈ വീഡിയോയിലൂടെ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ 50,000 രൂപയാണ് ഒരാളുടെ മാസ ചെലവ്. അദ്ദേഹത്തിന്റെ ജോലി അത്ര സ്ഥിരമല്ല, അദ്ദേഹത്തിന്റെ വരുമാനം എപ്പോ വേണമെങ്കിലും നിലയ്ക്കാം. അങ്ങനെയുള്ള ഒരു അൺസർട്ടനിറ്റി ഉള്ള ഒരു സമയത്ത് അദ്ദേഹം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചെയ്യേണ്ടത് എന്നാണ് എന്നോട് ചോദിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇത്തരം ആളുകൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ജോലി നഷ്ടം വരിക, അല്ലെങ്കിൽ നമ്മൾക്കൊരു വരുമാനം ഇല്ലാതെ വരിക, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാത്തൊരു ആശുപത്രി കേസോ എന്തെങ്കിലും ചെലവുകളോ വീട്ടിലെ എന്തെങ്കിലും ഉപകരണങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളോ ഒക്കെ കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു ചെലവ് വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ എമർജൻസി ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ കൃത്യമായിട്ടുള്ള ഒരു വരുമാനം ഇല്ലാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫണ്ട് നമ്മൾക്ക് ഒരു ബാക്കപ്പ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു റിസ്ക് ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടാണ്, കൊറോണയുടെ സമയത്ത് വളരെ ഹൈഫൈ ലൈഫ് സ്റ്റൈൽ ജീവിച്ച ആളുകൾ, വളരെ വലിയ സാലറി ഉണ്ടായിരുന്ന ആളുകളൊക്കെ പിച്ചച്ചട്ടി എടുക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള ജീവിതം ജീവിക്കേണ്ടി വന്നു എന്നുള്ളത്. ആ ഒരു ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന മാക്സിമം എമൗണ്ട് ആളുകൾ അടിച്ചു പൊളിച്ച് ജീവിച്ച് ഒരു പ്രശ്നം വന്നപ്പോൾ അവരുടെ കയ്യിൽ ചെലവാക്കാൻ ഒന്നുമില്ലാതെ വന്നു. അതിനെ തുടർന്ന് വളരെയധികം ആളുകൾ ഈ കാര്യം മനസ്സിലാക്കുകയും ഈ കാര്യം ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജോലിയുടെ സ്ഥിരതയ്ക്ക് അനുസരിച്ച് നിങ്ങൾ 12 മാസമോ 6 മാസമോ 3 മാസമോ ആവശ്യമുള്ള തുക നിങ്ങൾ ഒരു എമർജൻസി ഫണ്ട് രൂപത്തിൽ മറ്റു കാര്യങ്ങൾക്ക് എടുക്കാത്ത രീതിയിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അദ്ദേഹത്തിന്റെ അവസ്ഥ അനുസരിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു മാറ്റിവെക്കാൻ പറ്റാത്ത ചെലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35,000 രൂപയാണ്. ഈ 50,000 രൂപ ഒരു മാസം ചെലവുണ്ട് എന്നുണ്ടെങ്കിൽ അതിലെ കട്ട് ചെയ്യാൻ പറ്റുന്ന ചെലവുകൾ ഒരു 15,000 ഉണ്ട്. അപ്പൊ ബാക്കി 35,000 രൂപ അദ്ദേഹത്തിന് ചെലവുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത്. ആ 35,000 രൂപയുടെ ഒരു 12 ഇരട്ടി 4,20,000 രൂപ അദ്ദേഹത്തിന് എന്ത് വേണം? ഒരു എമർജൻസി ഫണ്ട് വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അത് ഓരോരുത്തർക്കും വ്യത്യാസമാവും കേട്ടോ. ഇപ്പൊ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തെ മതി. തീരെ ജോലി നഷ്ട സാധ്യത ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തെ ഒരു എക്സ്പെൻസിനുള്ള തുക കയ്യിൽ കരുതിയാൽ മതി. എന്തിനൊക്കെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഒന്ന്, എന്തെങ്കിലും ഒരു മെഡിക്കൽ എക്സ്പെൻസ് ചെയ്യാം. മറ്റൊന്ന്, ഇൻഷുറൻസ് പ്രീമിയംസ് അടയ്ക്കുക. ഒഴിവാക്കാൻ പറ്റാത്ത ലോണുകളുടെ EMI ആണ്. മറ്റെന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത എക്സ്പെൻസുകൾ അടയ്ക്കുക. ഇത്രയും കാര്യങ്ങൾക്ക് മാത്രമേ ഈ പൈസ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, 4,20,000 രൂപ ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് കൊണ്ടിട്ടാൽ മതിയോ എന്ന് ചോദിച്ചു. അത് അത്ര നല്ല കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഐഡിയൽ ആയിട്ട് ഈ 4,20,000 രൂപ അദ്ദേഹം എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ. അതെങ്ങനെയാന്ന് വെച്ചാൽ 50,000 രൂപ അദ്ദേഹത്തിന്റെ SBI അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ SBI അക്കൗണ്ടിലായിട്ടോ ഒരു 50,000 രൂപ അങ്ങനെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ 1.5 ലക്ഷം രൂപ ആ SBI അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഓൺലൈൻ ബാങ്കിങ് ഫെസിലിറ്റി ഉള്ള ഒരു അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ചെയ്യുക. അപ്പൊ 2 ലക്ഷം രൂപ FDയിലും അതുമായിട്ട് ബന്ധപ്പെട്ട SBയിലും ഉണ്ട്. അപ്പൊ അതിന്റെ ഗുണം എന്താ? നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് ഉപയോഗിച്ചോ പൈസ UPI ഉപയോഗിച്ചോ പൈസ അതിൽ നിന്ന് എടുക്കാം. പിന്നെ അതിലും കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വന്നാൽ FD ഓൺലൈനായിട്ട് പിൻവലിച്ചിട്ട് SBയിലേക്ക് മാറ്റിയിട്ട് അതും ചെയ്യാം. അപ്പൊ 2 ലക്ഷം രൂപ വരെ പ്രശ്നം എന്തെങ്കിലും ഗുൽമാല് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് കാര്യങ്ങൾ ആരുടെയും സഹായം ഇല്ലാതെ ചെയ്യാനായിട്ട്. ബാക്കിയുള്ള 2,20,000 എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇടാനായിട്ട് പറഞ്ഞു. ബാക്കി 1,20,000 രൂപ ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ, ഷോർട്ട് ടേം ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇടാനും പറഞ്ഞു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FDയിലും SBയിലുള്ള തുക ഉപയോഗിച്ച് ഒരു മിനിറ്റുകൾക്കുള്ള അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഒരു അഡീഷണൽ ആയിട്ടുള്ള 2,20,000 രൂപ ഒരു ദിവസത്തെ 1.5 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം കിട്ടാനുള്ള ഓപ്ഷനുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടി വേണം നിങ്ങൾ എമർജൻസി ഫണ്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ 8848030018 ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.